നമസ്കാരം. വഖഫ് ബോർഡാണ് ഇപ്പോൾ രാജ്യത്തെ വില്ലൻ. മുനമ്പത്ത് തുടരുന്ന സമരം ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. വഖഫ് ബോർഡ് മറ്റ് സ്ഥലങ്ങളിലും അവരുടെ അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. തളിപ്പറമ്പിലും ചാവക്കാട്ടും മാനന്തവാടിയിലൊക്കെ തന്നെ നമ്മളത് കണ്ടു. എന്നാൽ വഖഫ് ബോർഡിന് അമിത അധികാരം നൽകി, എന്നാൽ കോടതിയിൽ നിന്നും അടിയേറ്റ് വാങ്ങിയ ഒരു നിലയിലാണ് ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. സിദ്ധരാമയ്യ സർക്കാർ അതിരുവിട്ടുകൊണ്ട് ഈ ഇത്തരത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കുന്ന ചരിത്രം തന്നെയാണ് കോൺഗ്രസ് സർക്കാരുകൾക്കുള്ളത്. അതിൽ ഒരുപടി മുന്നിലായിരുന്നു കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ. ഈ സർക്കാർ, കോൺഗ്രസ് സർക്കാർ ചെയ്ത ഈ കാര്യമാണ്. അതായത് വിവാഹ സർട്ടിഫിക്കറ്റുകൾ നൽകാനുള്ള അധികാരം ഇവർ വഖഫ് ബോർഡിന് നൽകി. എന്നാൽ കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടു. കർണാടക ഹൈക്കോടതി കൃത്യമായും സർക്കാരിനെതിരെയുള്ള താക്കീതോടുകൂടി ഇത്തരത്തിലൊരു നിയമം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഉത്തരവ് നൽകാൻ പോലും സർക്കാരിന് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അധികാരം നൽകിയ സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. വഖഫ് ബോർഡിന് മുസ്ലിം മത വിവാഹങ്ങൾ ഇത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ സർട്ടിഫിക്കറ്റ് നൽകാനോ യാതൊരു അധികാരവുമില്ല. ഇത് നിയമപരമായി നിലനിൽക്കില്ല, നിയമപരമായി അടിത്തറയില്ലാത്ത കാര്യമാണ് എന്നാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കാനുള്ള കർണാടക സർക്കാരിന് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് NV അഞ്ഞാരിയ, ജസ്റ്റിസ് KV അരവിന്ദ് തുടങ്ങിയ ജസ്റ്റിസുമാരാണ് സുപ്രധാനമായ ഈ വിധി പുറപ്പെടുവിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.